18 വയസ്സ് മാത്രമുള്ള കുട്ടിക്ക് തൈറോയ്ഡ് ക്യാൻസർ, ക്ഷീണവും ശരീരത്തിന് അമിത ചൂടും അടുപ്പിച്ച് പനി വരുന്നതും എന്താണ് എന്നറിയാനുള്ള ഹെൽത്ത് ചെക്കപ്പ് ചെയ്തപ്പോൾ TSHും കൊളസ്ട്രോളും TPOയും ATG തുടങ്ങിയ തൈറോയ്ഡ് ആന്റിബോഡികളും കൂടുതലുള്ളതായി കണ്ട് മരുന്ന് കഴിക്കാൻ പറ്റി. സ്കാനിങ്ങിൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ചെറിയ മുഴകൾ കണ്ടതിൽ FNAC ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ടെസ്റ്റ് നടത്തിയപ്പോൾ ക്യാൻസർ സാധ്യത ഉള്ളതിനാൽ തൈറോയ്ഡ് ഗ്രന്ഥി ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളയണമെന്ന് നിർദ്ദേശിച്ചു. ഈ ടീനേജ് ബോയ്ക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ എങ്ങനെ തൈറോയിഡിനായും കൊളസ്ട്രോളിനായും കഴിച്ചിരുന്ന മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനായി, ഓപ്പറേഷൻ ഒഴിവാക്കാനായി ക്ഷീണവും പനിയും ഒക്കെ മാറാൻ എത്ര നാൾ വേണ്ടി വന്നു, ലാബ് ടെസ്റ്റുകൾ എങ്ങനെയാണ് ശരീരത്തിനുണ്ടായ പുരോഗതി വിലയിരുത്താനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും സഹായിച്ചത്, പരിശോധനാ ഫലങ്ങളിലുണ്ടായ പുരോഗതി, TFTയും കൊളസ്ട്രോളും ഒക്കെ നോർമൽ ആകാൻ എത്ര നാൾ വേണ്ടി വന്നു, സ്കാൻ പരിശോധനകളിൽ തൈറോയ്ഡ് മുഴകളിൽ ഉണ്ടായ വ്യത്യാസം തുടങ്ങിയവയാണ് ഇതിൽ വിശദീകരിക്കുന്നത്. എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഓപ്പറേഷൻ ഒഴിവാക്കാനും മരുന്നുകൾ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും കഴിഞ്ഞ രോഗികളുടെ കേസ് സ്റ്റഡിയാണ് ഈ സീരീസ്. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനും അല്ല, അതിൻ്റെ അടിസ്ഥാന കാരണമായി ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ് എന്ന അവബോധം എല്ലാവരിലും ഉണ്ടാക്കുക എന്നതാണ് ഈ വീഡിയോകളുടെ ലക്ഷ്യം. ജീവിതശൈലി രോഗങ്ങളെയും നൂതന ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ യൂട്യൂബ് ചാനലിലെ മറ്റു വീഡിയോകളിൽ ലഭ്യമാണ്. ഈ പേഷ്യൻ്റെ ഡീറ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് 18 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. 164 സെൻറ്റിമീറ്റർ പൊക്കം, 58 കിലോ തൂക്കം. മെഡിക്കൽ ഹിസ്റ്ററിയിലേക്ക് വരുന്നു. ഇദ്ദേഹത്തിന് കുട്ടിക്ക് ടയേർഡ്നെസ്, എപ്പോഴും ക്ഷീണം വരുന്നു. +2 എന്തോ പഠിക്കുന്ന കുട്ടിയാണ്, +2 ആണ് ലെവലിലാണ്. എപ്പോഴും ക്ഷീണം വരുന്നു, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു. അതിനാണ് അവർ ഹെൽത്ത് ചെക്കപ്പിനായിട്ട് പോകുന്നത്. അപ്പം ടെസ്റ്റിനകത്ത് തൈറോയ്ഡ് ഹോർമോൺ കുറവാണെന്ന് കണ്ടു. അതുപോലെ തന്നെ തൈറോയ്ഡൈറ്റിസ്, ഹാഷിമോട്ടോസ് തൈറോയ്ഡൈറ്റിസ്, TPOയും ATGയും ഒക്കെ കൂടുക, തൈറോയ്ഡ് TSH കൂടുകയും TPO ATG ഒക്കെ കൂടുകയാണെങ്കിലും അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് എന്നാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം അതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വന്നത്. അതനുസരിച്ച് അതുപോലെ തന്നെ കൊളസ്ട്രോളും കൂടുതലാണ്. അപ്പം ഇതിന് രണ്ടിനും മരുന്നും കൊടുത്തു, തൈറോക്സിനും കൊടുത്തു, സ്റ്റാറ്റിനും കൊടുത്തു. പിന്നെ ഉള്ളത് ഈ അൾട്രാസൗണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ കൂടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ നോക്കിയപ്പോൾ അതിൽ ചെറിയ മുഴകൾ കാണിച്ചു. അത് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ബയോപ്സി ചെയ്തപ്പം അത് പാപ്പിലറി കാർസിനോമ തൈറോയ്ഡാണ് ആക്ച്വലി എന്ന് പറഞ്ഞ് സർജറി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം സാധാരണ നമ്മൾ തൈറോയിഡിന് വേണ്ടി ചെയ്യുന്ന ടോട്ടൽ തൈറോയ്ഡക്ടമി ഓർ ഈവൻ റാഡിക്കൽ തൈറോയ്ഡക്ടമി എന്ന് പറയും. അതിനകത്ത് തൈനോട് കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ നമ്മൾ കഴല എന്നൊക്കെ പറയുന്ന ലിംഫ് ഉണ്ടല്ലോ, ലിംഫ് നോഡ്സും കൂടി എടുത്ത് കളയുന്ന ഒരു സർജറിയാണ് യൂഷ്വലി ക്യാൻസറിനായിട്ട് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഫാമിലി ആകെ മെഡിക്കൽ പാസ്റ്റ് ഹിസ്റ്ററിക്കകത്ത് ഒരു കോവിഡ് വന്നിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫാമിലി ഹിസ്റ്ററിയിലാണ് ഫാദറിന് ഒരു ഡിസ്ലൈപ്പിഡിമിയ, കൊളസ്ട്രോളിൻ്റെ ഒക്കെ അസുഖത്തിനായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ മദറിന് മറ്റൊരു സഹോദരി ഉണ്ടെന്ന് തോന്നുന്നു, ഒരു സിസ്റ്റർ ഉണ്ട്. അവർക്കും വേറെ അസുഖങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പേഷ്യൻ്റെ കാര്യങ്ങൾ അറിയണം എന്നുള്ളതാണ്. എന്നാലേ നമ്മൾ അതനുസരിച്ച് വേണം ലൈഫ് സ്റ്റൈല്, നമ്മൾ എന്ത് ഫുഡ് കഴിക്കണം, ഏത് ഫുഡാണ് പറ്റുന്നത്. വെറുതെ ക്യാൻസർ വരില്ലല്ലോ, എന്തെങ്കിലും ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അപ്പോൾ എന്ത് ടോക്സിനാണ്, എന്താണ് ടോക്സിനായിട്ട് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് നോക്കിയാലേ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പ്രോപ്പർലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഡേ 1 അനാലിസിസ് നോക്കുമ്പം സിംറ്റം വൈസ് ടയർഡ്നെസ് ഉണ്ട്, റെക്കറൻറ്റ് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു. പിന്നെ തൈറോയ്ഡ് ഹോർമോൺ കഴിക്കുന്നുണ്ട്, റോസുവാസ്റ്റാറ്റിൻ ഒരു കൊളസ്ട്രോളിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിൻ ഗുളികയും കഴിക്കുന്നുണ്ട്. ബ്ലഡ് റിപ്പോർട്ടിലാണെങ്കിൽ കൊളസ്ട്രോളൊക്കെ നോർമലാണ്, മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. നോർമലാണെന്ന് പറയാൻ പറ്റില്ല, STL അത് നല്ല കൊളസ്ട്രോൾ കുറവാണ്, മറ്റുള്ളവർ കുഴപ്പമില്ല. വൈറ്റമിൻസ് പലതും വൈറ്റമിൻ D, ഫോളേറ്റ് ഒക്കെ കുറവ് കാണിക്കുന്നുണ്ട്. പിന്നെ IgG ലെവൽ വെരി ഹൈ ആണ്. അതുപോലെ IgE ഇപ്പം നമ്മൾ യൂഷ്വലി അങ്ങനെയാണ്, അലർജി ഒക്കെ ഉള്ളവർക്കാണ് IgE കൂടുതൽ വരാറുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ IgE നോർമലേ ഉള്ളൂ, ലോ നോർമൽ എന്ന് പറയാം, അത്ര ഇതാണ്. പക്ഷെ IgG ഒത്തിരി കൂടുതലാണ്. പിന്നെ അതുപോലെ തൈറോയ്ഡ് ഫങ്ഷൻ ഇപ്പം നോർമലല്ല, ഇപ്പം മെഡിക്കേഷൻ എടുക്കുന്നുണ്ടല്ലോ. ATG AMA അത് രണ്ടും കൂടുതലാണ്, അതായത് തൈറോയ്ഡ് ആൻറ്റിബോഡീസ് ഒത്തിരി കൂടുതലുണ്ട്. ടോക്സിക് എലമെൻറ്റിൽ ടിന്ന് കൂടുതലാണ്.
അതായത് പല നമ്മൾ ലെഡ്, ആർസനിക്, അങ്ങനെ മെർക്കുറി എന്നൊക്കെ പറഞ്ഞ് കുറേ ടോക്സിക് എലമെന്റ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ നോക്കാറുണ്ട്. അതും കൂടെ നമ്മൾ അറിയണം, എന്നാലേ നമുക്ക് എന്തുകൊണ്ട് ഇതൊക്കെ വരുന്നു എന്ന് അറിയാൻ പറ്റുള്ളൂ. പലർക്കും ആർസനിക്കൊക്കെ കൂടുതൽ കാണുന്നു, പക്ഷെ ഇത് കുട്ടിക്ക് ആർസനിക്കൊന്നും കൂടുതലില്ല, ടിൻ്റെ അളവ് കൂടുതലായിട്ട് കാണിച്ചു, മോർ ദാൻ 25. ശരിക്കും ലെസ് ദാൻ 2 ആയിരിക്കേണ്ടതാണ്, മോർ ദാൻ 25 ഉണ്ട്. നെക്സ്റ്റ് സ്കാൻ റിപ്പോർട്ടിലാണെങ്കിൽ സ്മോൾ ചെറിയ നൊഡ്യൂൾസ് കാണിക്കുന്നുണ്ട്. ഇത് എല്ലാം ലെസ് ദാൻ 4 മില്ലിമീറ്റർ, ഒരെണ്ണം മാത്രം ഇസ്തമസിലെ സെൻട്രലിലുള്ള, അതായത് നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ബട്ടർഫ്ലൈ ഷേപ്പാണ്, അതിൽ ആ സെൻട്രൽ പാർട്ട് രണ്ടിനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇസ്തമസ് എന്ന് പറയും. അവിടെ ഒരെണ്ണം ഉള്ളത് 4.3 ഉണ്ട്, ബാക്കിയുള്ളതെല്ലാം ലെസ് ദാൻ 3 to 4 മില്ലിമീറ്റർ, സ്മോൾ വെരി സ്മോൾ ഫോളിക്കിൾസ്, നൊഡ്യൂൾസ് പോലെയുള്ളതാണ്. അബ്ഡോമിനൽ സ്കാനിന് നോർമൽ. യൂഷ്വലി നമ്മളൊരു അബ്ഡോമിനൽ സ്കാനിങ് ചെയ്യും, അതായത് ലിവർ, പാൻക്രിയാസ്, കിഡ്നി ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതിലൊക്കെ അതും നോർമലായിരുന്നു. നെക്സ്റ്റ് നമ്മളിപ്പം ഫൈനലി ഡയഗ്നോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പം പാപ്പിലറി കാർസിനോമ തൈറോയ്ഡ് എന്നാണ്. പക്ഷെ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ആക്ച്വലി അത് പ്രൂവ്ഡായിട്ട് പറഞ്ഞിട്ടില്ല, സസ്പിഷ്യസ് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ FNAC സ്മോൾ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സിയിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡെഫിനിറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സാധാരണ പാപ്പിലറി കാർസിനോമ തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ വെരി സ്ലോ ഗ്രോയിങ്, അതിന് തന്നെ ഒരു എക്സ്പെക്റ്റഡ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ അത് കൊച്ചു കുട്ടിയും കൂടിയാണല്ലോ, ബ്രൂഡ് പോലും അല്ല, അല്ലാതെയാണ് നമ്മൾ ക്യാൻസറിന് വേണ്ടിയിട്ട് ഒരു റാഡിക്കൽ സർജറി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അതൊക്കെ ഇതെല്ലാം ഇതൊക്കെ ഓരോ ഹോസ്പിറ്റലിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും അനുസരിച്ചിരിക്കും. ചിലർ കുറച്ചുകൂടെ മോർ അഗ്രസീവ് ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഇതിപ്പോൾ ഒരു അഗ്രസീവ് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു പ്ലാനിങ് ആണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ചില ഇതിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കൺസർവേറ്റീവ് ആയിരിക്കും. ഇപ്പം അത് എല്ലാം ഡിപ്പെൻസ് ഓൺ ദ ഡോക്ടേഴ്സ് ആൻഡ് ദ ഹോസ്പിറ്റലിന്റെ പോളിസിയും എല്ലായിടത്തും ഓരോ പ്രോട്ടോക്കോളുകൾ ഉണ്ടാവും. ആ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ്. ഇപ്പം ഇന്റർനാഷണലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം തൈറോയ്ഡ് ക്യാൻസറിന് തന്നെ ഒരു എക്സ്പെക്റ്റഡ് ലൈൻ മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ ഒരു കാരണവശാലും അത് ഇത്ര യങ് ആയിട്ടുള്ള, കാരണം ഇതിപ്പോൾ ടീനേജ് ഗ്രോത്തിന്റെ ടൈമാണ്. അന്നേരം തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലാൻഡാണ്. അത് എടുത്തു കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും അത് ആ ഗ്രോത്തിനെ ബാധിക്കാം, അതും ജസ്റ്റ് ഒരു സസ്പിഷന്റെ പേരിൽ. പിന്നെ ഉള്ളത് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉണ്ട്, ATG-DP ഒക്കെ കൂടുതലാണ്, ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ട്. പിന്നെ ഫ്യൂസ്, ഇതിനെക്കുറിച്ചൊരു മൾട്ടിന്യൂഡുലർ ഗോയിറ്ററിന്റെ തുടക്കം, അതായത് സ്മോൾ ഫ്യൂസ് ഫോളിക്കിൾസ് മൾട്ടിന്യൂഡുലർ ഗോയിറ്ററിന്റെ ക്യാരക്ടർ കാണിക്കുന്നതായിട്ടാണ് സ്കാനിൽ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് കൊളസ്ട്രോളിൻ്റെ ഉണ്ട്. നമ്മൾ സാധാരണ 10, 50, 60 വയസ്സുള്ളവർക്കാണ് കൊളസ്ട്രോൾ. ഇതിപ്പോൾ 18-ാം വയസ്സിൽ കൊളസ്ട്രോൾ കൂടുതലാണ്. കൊളസ്ട്രോൾ മാത്രമല്ല, ഡിസ്ലൈപിഡീമിയ, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലായിരുന്നു. അതിനാണ് ശരിക്കും റോസോസ്റ്റൻ 20 മില്ലിഗ്രാം കൊടുക്കുന്നുണ്ട്. അത് വെരി ഹൈ ഡോസാണ്. സാധാരണ അത്രയും പലർക്കും 5 മില്ലിഗ്രാം, വലിയ ഹാർട്ട് പേഷ്യൻസിനൊക്കെയാണ് അത്രയും ഹൈ ഡോസുകൾ കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസീസ് കാറ്റഗറി എടുത്താൽ ഇപ്പോൾ ക്യാൻസർ ഉണ്ട്, ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ട്, മെറ്റബോളിക് പ്രോബ്ലം. നമ്മൾ ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനും അല്ലാതെ സെൽഫ് ലൈഫ് സ്റ്റൈൽ കറക്ഷനും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലിനിക്കലി നമ്മൾ സെൽഫ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്, ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെയും പേരൻസിൻ്റെയും അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ വേറെ ഇപ്പം നമ്മൾ എല്ലാവരും പറയും കൂടുതൽ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക, അധികം അതായത് ഹോൾ ഗ്രെയിൻസ് കഴിക്കുക, ഫിഷ് കൂടുതൽ കഴിക്കാം, ഇതൊക്കെയാണ് ഒരു ജനറൽ. പക്ഷെ ഇത്ര ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ അത്രയും ഒരു ജനറൽ കൺസെപ്റ്റ് കൊണ്ട് പറ്റില്ല. ആ വ്യക്തിയുടെ പ്രത്യേകതകൾ കണ്ടുപിടിച്ച് അതനുസരിച്ച് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഉദ്ദേശിച്ച ഫലം കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇത് കൂടാതെ നമ്മൾ റുട്ടീൻ ഓവറോൾ ഓർഗൻസ് ഒക്കെ പരിശോധിക്കുന്ന കൂടാതെ നമുക്ക് ഏറ്റവും ഏതെങ്കിലും ഫുഡൊക്കെ ഈ ബോഡിയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കും. അപ്പം ഇദ്ദേഹത്തിൻ്റെ പരിശോധനയിലാണ് നോക്കുമ്പോൾ പാല്, മുട്ട, ഈസ്റ്റ്, ടൊമാറ്റോ, അങ്ങനെയൊക്കെ സോ മെനി ഐറ്റംസ്, മഷ്റൂം, അങ്ങനെ പല സാധനങ്ങളോടും ബോഡി റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം റിയാക്ട് ചെയ്യുന്ന അങ്ങനത്തെ ആ റിയാക്ഷനാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ എത്തിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. അതായത് നമ്മളുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരികയും അത് നമ്മൾ ഈ ക്യാൻസർ, ഓട്ടോഇമ്യൂൺ ഡിസീസ്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഒക്കെ ഓട്ടോഇമ്യൂൺ ഡിസീസ്, ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് ആയിട്ടാണ് പറയുന്നത്. ഈ ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ടോക്സിൻസ് വരുമ്പോഴാണ് ഇത് വരുന്നത്. നമ്മുടെ ബോഡിക്ക് പറ്റാത്തത്,
എന്ത് വന്നാലും ഇപ്പം ഭക്ഷണത്തിലാണെങ്കിൽ തന്നെ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. ഇപ്പം ചില അസുഖമുള്ളവർക്ക് ചിലതരം പയറുവർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റില്ല. ഇവൻ ചിലർക്കിപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റിലാണെങ്കിൽ ഇദ്ദേഹത്തിനാണെങ്കിൽ പാലും മുട്ടയും അലർജി ആയിട്ടാണ് കാണുന്നത്, പറ്റാതെ വരുന്നതായിട്ട് കാണുന്നു. അപ്പം അതാണ് ഓരോരുത്തർക്കും പറ്റിയ ഫുഡ് ഓരോന്നായിരിക്കും, അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ കൃത്യമായിട്ടുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നടക്കുകയോ ഓടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തരം മസിൽസിന് മാത്രമേ കാലിൻ്റെയും കൈക്കും ഒക്കെ ഉള്ളൂ. പക്ഷെ നമ്മുടെ ബോഡിയിൽ ഏകദേശം 650 മസിൽസും ഒരു 230 ബോൺസും ഉണ്ട്. ഇതിനെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. അതിനെല്ലാം ആക്ടിവേറ്റ് ചെയ്താലേ നമ്മുടെ ബ്രെയിനും നമ്മുടെ എല്ലാ ഓർഗൻസും ആക്ടിവേറ്റഡ് ആവുള്ളൂ. എന്നാലേ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിൻസ് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്ത് കളയാനും പറ്റുള്ളൂ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റണം. അതുപോലെ ഫാറ്റിൻ്റെ പ്രപ്പോർഷൻസ് ശരിക്കും 1 ഒമേഗ 3യും 6ഉം ആണ് നമ്മളുടെ ഇൻഫ്ലമേഷനും ആൻറ്റി ഇൻഫ്ലമേഷൻ അല്ലെ ഹീലിംഗ് ഗ്രോത്ത് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒമേഗ 3-6 ബാലൻസ് കറക്റ്റ് ചെയ്യാനുമാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ ഒരു പ്രിലിമിനറി ടെസ്റ്റുകളൊക്കെ നോക്കി നമ്മൾ ബോഡിയെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് എന്തൊക്കെയാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ടോടെ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കൊരു ബേസിക് നമ്മൾ ഒരു ജനറലി ഹെൽത്തിന് വേണ്ടിയിട്ട് അവനവൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചും സ്വയം മനസ്സിലാക്കിയൊക്കെ ആകാം. പക്ഷെ നമ്മളിങ്ങനെ ഒരു ക്യാൻസർ പോലെയുള്ള ഒരു സാഹചര്യം സസ്പെക്ട് ചെയ്യുക, ഒരു സർജറി ആവശ്യം വരികയൊക്കെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ക്ലിനിക്കൽ സപ്പോർട്ടോടെ, കാരണം സ്വന്തം അണ്ടർസ്റ്റാൻഡിങ്ങിൽ എല്ലാവരും ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കില്ല. അത് പറ്റാതെ വരുന്നു, അതിൽ എന്തൊക്കെയോ പോരായ്മകളുള്ളതാണ് ഉണ്ടാകില്ല. അപ്പം അതിന് നമ്മൾ മോഡേൺ മെഡിസിൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് മെഡിസിനേക്കാളും കൂടുതൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും മെഡിസിൻ സർജറിയാണ് വരുന്നത്. മോഡേൺ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസും ഒക്കെ യൂസ് ചെയ്ത് ഇത് കറക്റ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഇതിനകത്ത് ബേസിക് ഉദ്ദേശങ്ങളും വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡേ 1 എന്തായിരുന്നു പേഷ്യൻ്റെ സ്റ്റാറ്റസ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് വന്ന് കൊടുത്തപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നെന്നുള്ളതാണ്. ബേസിക്കലി തുടങ്ങിയപ്പോൾ ഉള്ളത് ക്ഷീണമുണ്ട്, ലോ ഗ്രേഡ് ഫീവർ, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, ഇതാണ് സിംറ്റംസ്. അത് 8th ഡേ റിവ്യൂ വരുന്ന 8th ഡേ, 15th ഡേ, പിന്നെ 30th ഡേ, 16th മന്ത്ലി റിവ്യൂസ് ആണ് വരുന്നത്. അപ്പോൾ 8th ഡേ വന്നപ്പോൾ തന്നെ ക്ഷീണം നന്നായിട്ട് കുറഞ്ഞു, അതുപോലെ ഫീവറും നന്നായി, ഈ ബോഡിയിൽ ആ ചൂടും ഇടയ്ക്ക്, പിന്നെ പനിയായിട്ട് വന്നിട്ടില്ല, പിന്നെ ചൂട് നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 15th ഡേ വന്നപ്പോഴേക്കും ക്ഷീണം നന്നായിട്ട് കുറഞ്ഞു, പിന്നെ ആ ഫീവറിഷ്നസ് ഒക്കെ ആണെങ്കിലും ചെറുതായി നല്ല ഡിഫറൻസ് ഉണ്ട്, പക്ഷേ കംപ്ലീറ്റ് മോണിറ്റർ ചെയ്തിട്ടില്ല. പിന്നെ ത്രൂ ഔട്ട് നമ്മൾ 180 ഡേ വരെ, യൂഷ്വലി 90 ഡേ വരെയാണ് ഇനിഷ്യൽ ഫോളോ അപ്പ് വരുന്നത്. ടൈമിലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാലും പിന്നെ ഇതുപോലെ ഈ ക്യാൻസറും ഓട്ടോഇമ്യൂൺ ഡിസീസും ഒക്കെ ആണെങ്കിൽ 90 ഡേയ്സോ അല്ലെ 180 ഡേയ്സോ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി നിർത്താൻ പാടില്ല. പ്രിഫറബിളി എവറി 3 months എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റ് ആവുന്നോടം വരെ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ എവറി 3 months എങ്കിലും 180 ഡേയ്സ് വരെ, അതായത് 6 മാസം വരെ എല്ലാ മാസവും, അത് കഴിഞ്ഞ് 3 months കൂടുമ്പോൾ റിവ്യൂ ചെയ്യുക. പിന്നെ ഓൺലൈനായിട്ട് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ തുടങ്ങുമ്പം തൈറോക്സിൻ ഉണ്ടായിരുന്നു, റോസോസ്റ്റാറ്റിൻ ഉണ്ടായിരുന്നു. അത് 15th ഡേ വന്നപ്പോഴേക്കും മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റി. ആക്ച്വലി റോസോസ്റ്റാറ്റിൻ നിർത്തുന്നത് നമ്മൾ കുറച്ചും കൂടെ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ പേഷ്യൻറ്റ് പെട്ടെന്ന് തന്നെ അങ്ങ് നിർത്തിക്കളഞ്ഞു. 15 യൂഷ്വലി നമ്മൾ 20 milligram ഉണ്ടെങ്കിൽ ഒരാഴ്ച 10 milligram കഴിക്കും, ടെസ്റ്റ് ചെയ്യും, പിന്നെ 5 milligram ആകും, പിന്നെയും ടെസ്റ്റ് ചെയ്യും, പിന്നെ ഓൾട്ടർനേറ്റ് ആക്കും, പിന്നെയും ടെസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞ് നിർത്താമെന്നുള്ളത്. ഇതിപ്പം പേഷ്യൻ്റ് തന്നെ അപ്പോഴേക്ക് സിംറ്റംസ് ഒക്കെ പോയതുകൊണ്ട് അങ്ങ് നിർത്തി എന്നുള്ളതാണ്. അതുപോലെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ആണെങ്കിൽ നോക്കിക്കൊണ്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ബ്ലഡ് റിപ്പോർട്ടിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലഡ് റിപ്പോർട്ട് വിത്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും HDL കുറവായിരുന്നു, നല്ല കൊളസ്ട്രോൾ. മറ്റ് മരുന്നിൽ HDL കുറവായിരുന്നു, പക്ഷെ നമ്മൾ മരുന്നെല്ലാം നിർത്തി കഴിഞ്ഞിട്ടും HDL കൂടി നോർമലായി എന്നുള്ളത്. അതായത് നല്ല കൊളസ്ട്രോൾ കറക്റ്റ് ചെയ്ത് വന്നു. 30th ഡേ ആയപ്പോഴേക്കും, അല്ല 8th ഡേ ആയപ്പോൾ തന്നെ HDL കൂടെ കൂടി. ത്രൂ ഔട്ട് ഇതിൽ കൊളസ്ട്രോൾ നോർമലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഈ കൊളസ്ട്രോൾ ശരിക്കും നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്നത്, അത് നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടതാണ്. അതുകൊണ്ട് കാർഡിയോളജിസ്റ്റൊക്കെ 150 താഴെ നിർത്തണം എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ നോർമലി അത് പോസിബിൾ അല്ല. അത് മരുന്ന് കഴിച്ചാൽ മാത്രമേ ഈ 150 താഴെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ റോസോസ്റ്റാറ്റിൻ ഇത്രയും കൂടുതൽ കഴിച്ചിട്ട് പോലും 155 ഉണ്ടായിരുന്നു. കാർഡിയോളജിസ്റ്റ് പറയുന്നത് 150 താഴെ നിർത്തണമെന്ന്. അപ്പം അവർ പിന്നെ ഇതുപോലെ 20 എന്നുള്ളത് 40 ആക്കും, 80 ആക്കും, അങ്ങനെയൊക്കെ കുറച്ച് നിർത്താനൊക്കെ നോക്കിയാലും നടക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ട്രൈഗ്ലിസറൈഡ് ആണ് നമ്മുടെ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ട്രൈഗ്ലിസറൈഡ് നോർമലാണ്, HDL ഇപ്പം ഇന്റർനാഷണലി പോലും അതും അങ്ങനെയാണ്. നമ്മൾ ഈ കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല.
ട്രൈഗ്ലിസറൈഡും എസ് ടി എല്ലുമാണ്. പണ്ടാണ് കൊളസ്ട്രോൾ 150 താഴ്ത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പം ആ കൺസെപ്റ്റിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. നെക്സ്റ്റ് വൈറ്റമിൻ ഡിയും ഫോളിക് ആസിഡും അങ്ങനെ പല വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തു. നെക്സ്റ്റ് IgG, അതായത് ഒരു ഇൻഫ്ലമേറ്ററി മാർക്കറാണ് IgG, അത് കൂടുതലായിരുന്നു. അത് കുറയ്ക്കാൻ കംപ്ലീറ്റ്ലി നോർമലിലേക്ക് എത്തിയില്ല, പക്ഷെ കുറഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ തൈറോയ്ഡ് ഹോർമോൺസ് വിത്തൗട്ട് തൈറോയ്ഡ് ഫങ്ഷൻ, അതായത് T3, T4, TSH മരുന്ന് കുറച്ചുകൊണ്ട് ഒന്ന് നിർത്തിയിട്ടും കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. തൈറോയ്ഡ് ഫങ്ഷൻ നോർമലായി. ഇപ്പം നമ്മൾ പ്രോബ്ലം തൈറോയിഡിൻ്റെ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസും തൈറോയ്ഡ് ക്യാൻസറുമാണ്. അതിൽ നിന്നുള്ള ഒരു പ്രോഗ്രസ് ആണല്ലോ വരുന്നത്. അപ്പോൾ അത് രണ്ടും തൈറോയ്ഡ് ഫങ്ഷൻ മരുന്നില്ലാതെ കൺട്രോളായി, കൊളസ്ട്രോൾ മരുന്നില്ലാതെ കൺട്രോളായി. പിന്നെ ആൻറ്റി TGM-AMA, അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ക്യാൻസർ പേഷ്യൻറ്റിൻ്റെയും, അതായത് തൈറോയ്ഡ് ക്യാൻസർ പേഷ്യൻറ്റിൻ്റെയും ATGയും TPOയും കൂടുതലായിരിക്കും. ശരിക്കും തൈറോയിഡിന് വേണ്ടി ഒരു ട്യൂമർ മാർക്കർ ഇല്ല. ശരിക്കും ഇതിനെ നമുക്കൊരു തൈറോയ്ഡ് ട്യൂമർ മാർക്കറായിട്ട് എടുക്കാം. ATGയും TPOയും കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. തൈറോയ്ഡ് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണെന്നും പറഞ്ഞ് തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരുന്നാൽ അത് ജസ്റ്റ് നമ്മൾ ഒരു ഹോർമോൺ സപ്ലിമെൻറ്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ HRT എന്ന് പറയും, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി മാത്രമേ ഉള്ളൂ. അതിൻ്റെ സൊല്യൂഷൻ അതല്ല. അത് ക്യാൻസറിലേക്ക് പോകാനുള്ള ഡെഫിനറ്റ്ലി സാധ്യതയുണ്ട്. തൈറോയ്ഡ് ക്യാൻസറോ മറ്റേത് ക്യാൻസർ വേണേലും വരാം. തൈറോയ്ഡ് ടാബ്ലറ്റ്, പല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസും കാണിക്കുന്നത് ഈ തൈറോക്സിൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ബ്രെയിൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഇതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതല. തൈറോയ്ഡ് ക്യാൻസർ മാത്രമല്ല, അപ്പം തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞാൽ പോലും ഇത്തരം പേഷ്യൻസിനും മറ്റ് ക്യാൻസറും കൂടെ വരാനുള്ള പോസിബിലിറ്റി കൂടുമെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പല സ്റ്റഡീസും കാണിക്കുന്നത്. പ്രത്യേകിച്ച് ജപ്പാനിലൊക്കെ 1-2 സ്റ്റഡീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഇത് പ്രത്യേകിച്ച്, അതായത് ലിവോതൈറോക്സിൻ, തൈറോയ്ഡ് ഹോർമോൺ കഴിക്കുന്നവർക്ക്, കാരണം തൈറോയ്ഡ് ഹോർമോൺ ഒന്നെങ്കിൽ എടുത്തു കളഞ്ഞവരാണ്, എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനാണല്ലോ എടുത്തു കളഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ ആവില്ല ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. തൈറോയ്ഡ് ഹോർമോൺ ആസിനോജനിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലിവോതൈറോക്സിൻ മോസ്റ്റ് പ്രോബ്ലി അവരുടെ അണ്ടർലൈൻ കോസ് കിടക്കുന്ന കാരണം അതിന് കറക്ഷൻ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞാൽ, അല്ലെങ്കിൽ തൈറോക്സിനും കഴിച്ച്, അല്ലെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഈ പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് ടോക്സിക് എലമെൻ്റ് ആണെങ്കിൽ കൂടുതലായിരുന്നത് മോർ ദാൻ 25 ഉണ്ടായിരുന്നു. അത് കുറഞ്ഞ് 18ലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷെ നോർമൽ എത്തിയിട്ടില്ല. അതിന് കുറച്ചും കൂടെ കറക്റ്റ് ആവാനുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈവൻ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് 126.3 ഉണ്ടായിരുന്നത് 90 days ആയപ്പോഴേക്കും 68.5ലേക്ക് വന്നു. പക്ഷേ അതിനകത്ത് ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ അറിയാം, അത് 180 ആയപ്പോഴേക്കും 104ലേക്ക് കൂടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 months എല്ലാ മാസം കൃത്യമായിട്ട് വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1-2 മാസം കുറച്ച് റിലാക്സ്ഡ് ആയി, സപ്പോർട്ട് ന്യൂട്രിയൻറ്റും എക്സസൈസും ഒക്കെ കുറച്ചെന്തോ പരീക്ഷയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതിൻ്റെ ഒരു കൂടുതൽ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും TFT, തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ തൈറോയിഡിൻ്റെ സ്കാനിൽ വന്ന വ്യത്യാസം എന്നുള്ളതാണ്. തൈറോയ്ഡ് സ്കാനിൽ സ്മോൾ ലെസ് ദാൻ 4 millimeter ആണ്. ഒരെണ്ണം മാത്രമായിരുന്നു 4 millimeter മുകളിലുള്ളത്. 4.3 millimeter ഉണ്ടായിരുന്നത് അതിൻ്റെ സൈസ് കുറഞ്ഞു, 3.8ലേക്ക് വന്നു. മറ്റേ സ്മോൾ മറ്റുള്ളതൊക്കെ തന്നെ ഡിസിപ്പിയർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് എന്തെങ്കിലും ക്യാൻസറും ചേഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെ അത് മാറുന്നുണ്ട്. ഈവൻ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിനും വ്യത്യാസം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ഐ മീൻ തൈറോയിഡിലെ സ്മോൾ നൊഡ്യൂൾസ് പോലും ആണെങ്കിലും കുറഞ്ഞ് പലതും ഡിസിപ്പിയർ ചെയ്തു, ഒരെണ്ണം മാത്രമാണ് ചെറുതായിട്ടെങ്കിലും നിലനിൽക്കുന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ ബോഡിയിൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അധികം ഓവർ വെയിറ്റോ ഒന്നുമില്ല. അപ്പം 164 centimeter, 57.9 kg അത്രയേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ആ വെയിറ്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അതുപോലെ ഫാറ്റ് ലെവലും ഒത്തിരി കൂടുതലില്ല, നോർമൽ ഫാറ്റ് ലെവലാണ്. ബോഡി കമ്പോസിഷൻ ഏകദേശം നോർമലാണ്. ഉള്ളി തിങ് ബോഡിയിലെ ഉള്ള ഫാറ്റിലെ omega-3-6 ബാലൻസ് തെറ്റിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇനിഷ്യലി ഒത്തിരി കുറയ്ക്കാൻ പറഞ്ഞു. ആദ്യം 54ലേക്ക് കുറച്ചു. അപ്പം ഫസ്റ്റ് മന്തിൽ 58, 57.9 എന്ന് പറയുമ്പോൾ 58 ഉണ്ടല്ലോ, 58ൽ നിന്ന് 54.3ലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പതുക്കെ കൂടി, പിന്നെ കുട്ടികളല്ലേ വളരുന്നതും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ 56.6 അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. അതിൻ്റെ ആവശ്യമുള്ളത്, അതായത് ഫാറ്റ്, നമ്മുടെ ബോഡിയിൽ ഫാറ്റ് എപ്പോഴും ഇങ്ങനെ അസുഖമുള്ളവരുടെ ഫാറ്റ് മാറ്റി ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, അപ്പം നമുക്ക് പറ്റാത്ത ഫുഡൊക്കെ ഒഴിവാക്കി പ്രത്യേകിച്ച് omega-3 കൂടുതലുള്ള ഫുഡ് കൊടുക്കുക. അപ്പം ബോഡിയിൽ ഇപ്പം ഇൻഫ്ലമേറ്ററി ഡിസീസസ് ഉള്ളവരുടെ എല്ലാവരുടെയും omega-6 ലെവൽ, omega-6 ഫാറ്റാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്, അത് കൂടുതലായിരിക്കും. അപ്പം വെയിറ്റ് കുറയ്ക്കുമ്പം മസിലും ബോണും ബിൽഡപ്പ് ചെയ്യാനും ഫാറ്റ് കുറയ്ക്കാനും ആണ് നോക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ഫാറ്റ് കുറയുകയും മസിലും ബോണും ബിൽഡപ്പ് ചെയ്യാനുമാണ് ഇതിനകത്ത് നോക്കുന്നത്.
നെക്സ്റ്റ് നമ്മൾ ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനൊക്കെ ചെയ്യുമ്പോഴും എങ്ങനെയായിരുന്നു, ആദ്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അതിൻ്റെ തുടക്കത്തിൽ എന്തായിരുന്നു, അതിൻ്റെ എൻഡ് ചെയ്യുമ്പോഴത്തെ എന്താണ് സ്റ്റേജ്. എൻഡിങ് നമുക്ക് കംപ്ലീറ്റ് ഒരു എൻഡിങ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ 90 ഡേയ്സിൻ്റെ അസസ്മെൻ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ഞാൻ പറയുന്നത്. അപ്പം ടയർഡ്നെസ്സും റെക്കറൻറ്റ് ഫീവറും ബോഡിയിൽ ടെമ്പറേച്ചറും ആയിരുന്നു അവരുടെ സിംറ്റംസ്. അതെല്ലാം ഇതിന് 15 ഡേയ്സ് കൊണ്ട് തന്നെ 30 ഡേയ്സ് ആയപ്പോഴേക്കും കംപ്ലീറ്റ് മാറി. തൈറോക്സിനും റോസുവെസ്റ്റാറ്റിനും ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതും വിതിൻ 15 ഡേയ്സ് മെഡിസിൻ നിർത്തി. മെഡിസിൻ നിർത്തി കഴിഞ്ഞിട്ട് ആക്ച്വലി മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കൊളസ്ട്രോൾ HDL നല്ല കൊളസ്ട്രോൾ കുറവായിരുന്നു. അത് മരുന്നൊക്കെ നിർത്തി കഴിഞ്ഞ് കൊളസ്ട്രോളും ഒക്കെ പക്കായിട്ട് നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. ഇവൻ നല്ല കൊളസ്ട്രോൾ കുറവായിരുന്നു, നോർമലിലേക്ക് വന്നു. വൈറ്റമിൻസ് ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നൊക്കെ കറക്റ്റ് ചെയ്തു. IgG ലെവൽ കൂടുതലായിരുന്നു. അത് 17.6 16ലേക്ക് വന്നു. ശരിക്കും കുറച്ചും കൂടെ കുറയേണ്ടതുണ്ട്, 15 താഴെ വരണം. അത് കംപ്ലീറ്റ് കറക്ഷൻ ഇല്ല. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നോർമൽ ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരു ഓവർ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്, IgG ലെവലിൽ ഓവർ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ തൈറോയ്ഡ് ഹോർമോൺ ആദ്യം വിത്ത് ഹോർമോൺ സപ്ലിമെന്റ് വെച്ച് നോർമലായിരുന്നു. പക്ഷെ ഇപ്പം മരുന്നൊന്നും ഇല്ലാതെ തന്നെ T3 T4 T6 നോർമലാണ്. പിന്നെ ANTI-TG AMA, ANTI-TG 27.2 എന്നുള്ളത് 24.5ലേക്ക് വന്നു. AMA 126.3 68ലേക്ക് വന്നു. ഈ ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസ് കുറയാനായിട്ട് കൂടുതൽ ടൈം എടുക്കും. പിന്നെ നമ്മൾ എത്ര സിൻസിയർ ആയിട്ട് എത്ര കറക്റ്റായിട്ട് നോക്കുന്നൊന്നും കൂടെ അനുസരിച്ചിരിക്കും. കുട്ടികളാണല്ലോ, നമുക്ക് ഏതാണ്ട് പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടെന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് കഴിക്കുന്നത് മാത്രമല്ലല്ലോ, സ്കൂളിലൊക്കെ പോവുക മറ്റൊക്കെ വരുമല്ലോ. പക്ഷെ എന്നാലും റീസണബിളി കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ബോഡി പാരാമീറ്റേഴ്സ് ആണെങ്കിലും ത്രൂ ഔട്ട് നമ്മൾ നോർമലായിട്ട്. ഇപ്പം ഫ്യൂച്ചറിൽ എന്താണ്, നമ്മൾ തുടങ്ങിയപ്പോഴും ഇതും തമ്മിൽ വലിയ വ്യത്യാസം വരുന്നില്ല. കാരണം ഓവർ വെയിറ്റ് ഒന്നും ഇല്ല. ഓൺലി തിങ് നമ്മൾ omega-3/6 ബാലൻസും ഫാറ്റ് ബാലൻസും ആണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. നെക്സ്റ്റ് ഇത് ബോഡി ഇനി ഫ്യൂച്ചറിലാണേലും ഈ BMI 19 to 22 മെയിൻറ്റെയിൻ ചെയ്യുക. ഫാറ്റ് പെർസെൻറ്റേജ് 10 to 15% മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് നമ്മൾ ഒരു ലോങ് ടൈം ഗോളായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ അലർജി ഉള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ ഈ ഹൈ omega-6 ഉള്ള നട്ട്സ്, ഓയിൽ സീഡ്സ്, പിന്നെ ഈ കുക്കിംഗ് ഓയിൽ, പ്രത്യേകിച്ച് സൺഫ്ലവർ ഓയിൽ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കിയുള്ളതിലെല്ലാം omega-6 കൂടുതലാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതും കൂടെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഇതിൽ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റും ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ രോഗിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇതിനകത്ത് നിന്ന് എന്താ. ഇപ്പോൾ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മോഡേൺ മെഡിസിൻ ഒരു ലാസ്റ്റ് 10 ഇയേഴ്സിലാണ് നമ്മൾ ഇത്രയും ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പം ഈ മോഡേൺ മെഡിസിൻ്റെ ആദ്യകാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർജറി, നമുക്ക് അനസ്തീസിയ ഒന്നോടെയാണ് സർജറി വരുന്നത്. കാരണം വേദന എടുക്കുമ്പോൾ ഇപ്പോൾ സർജറി ചെയ്യാൻ പറ്റില്ല. വേദനയുടെ വേദന മാറ്റാനായിട്ട് അനസ്തീസിയ വന്നതോടുകൂടി, അനസ്തീസിയ സേഫ് ആയതോടുകൂടി സർജറി കൂടി വന്നു. അപ്പം നമ്മൾ ഈ തൈറോയിഡിനെ കുറിച്ചൊക്കെയുള്ള ഇത് ചെയ്തപ്പോൾ എന്താ പറ്റിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നും നമുക്ക് ഈ രോഗങ്ങളെ കുറിച്ചൊന്നും വലിയ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ മുടവൊന്നും എടുത്തു കളയുക. ആ രീതിയിലാണ് ഈ മോഡേൺ മെഡിസിനിലെ പല ട്രീറ്റ്മെൻറ്റുകളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് വന്നപ്പം അതനുസരിച്ച് ആ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റുകൾക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇതൊന്നും നമ്മൾ ശരിക്കും ഇപ്പോൾ ഈ കുട്ടിക്ക് ഈ കൊച്ചു പ്രായത്തിൽ ഒരു റാഡിക്കൽ തൈറോയിഡക്ടമി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് കൂടി വരാവുന്ന കോംപ്ലിക്കേഷനുകൾ, കോംപ്ലിക്കേഷൻ ഒന്നും വന്നില്ലെങ്കിൽ പോലും ഇപ്പം റെക്കറന്റ് ലാരഞ്ചൽ നെർവ് പോവുകയാണെങ്കിൽ സൗണ്ടിനൊക്കെ വ്യത്യാസം വരും, സൗണ്ട് പോകും, അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരാം. കാരണം ഈ തൈറോയിഡിൻ്റെ ഇതിലൂടെയാണ് ഈ റെക്കറന്റ് ലാരഞ്ചൽ നെർവ് പോകുന്നത്. താഴെ വന്നിട്ട് മുകളിലേക്കാണ്, അതായത് സ്വരപേട മുകളിലാണേലും മുകളിൽ നിന്നല്ല, താഴെ മുകളിലേക്കാണ് പോകുന്നത്. അതാണ് ഏറ്റവും വലിയൊരു അപകടമുള്ളത്. പിന്നെ അതുപോലെ ഇൻഫെക്ഷൻ വരാം, പല പല പ്രശ്നങ്ങൾ വരാം. ഇതൊന്നും വന്നില്ലെങ്കിൽ പോലും. പിന്നെ തൈറോയിഡ് ഗ്ലാൻഡ് മാത്രമല്ല, എൻ്റെ കൂടെ പാരാതൈറോയിഡ് ഗ്ലാൻഡും കൂടെ എടുത്തു കളയും. അപ്പോൾ തൈറോയിഡിൻ്റെ തൈറോക്സിനില്ല, കാൽസിറ്റോണിനില്ല, പാരാതൈറോയിഡ് ഹോർമോണില്ല. കാൽസിറ്റോണിൻ പാരാതൈറോയിഡ് ഹോർമോണുമാണ് നമ്മുടെ കാൽസ്യം മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മൾ ബോണിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ബോൺ മാത്രമല്ല, നമ്മുടെ മസിൽസും ഈവൻ ഹാർട്ടും ഇൻറ്റസ്റ്റൈനും ഒക്കെ വർക്ക് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മസിൽസിൻ്റെ ഫങ്ഷനിങ്ങിന് കാൽസ്യം ചാനൽസ് എന്ന് പറയും. അതിലേക്ക് കാൽസ്യം ഇൻഫ്ലോ വരുമ്പോഴാണ് മസിൽ കൺട്രാക്ട് ചെയ്യാൻ റിലാക്സ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആ ഫങ്ഷനുകളെല്ലാം ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഈവൻ ബോൺ ഡെവലപ്മെൻ്റ് ഒക്കെ വരുന്ന സമയം ബോണിൻ്റെ കാൽസിഫിക്കേഷനും കാൽസ്യം ഫുൾ ആകുന്നതും ഒക്കെ
ഒരു ഈ 18 to 25 ഇയേഴ്സിലാണ്. 25 കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറയാൻ തുടങ്ങും. അപ്പം ഈ ടൈമിൽ തന്നെ ഈ ഹോർമോൺസ് ഒന്നും ഇല്ലെന്നായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ വ്യക്തിയുടെ ഡെവലപ്മെന്റിലും അതിന്റെ മെയിൻ്റനൻസും വരുന്ന തകരാറുകളാണ്. അപ്പം നമ്മളെപ്പോഴും ഓർക്കണം, ഒരു സർജനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല അനസ്തറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡോ അല്ലെങ്കിൽ ഏതവയവോ എടുത്തു കളയാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കൂടി വന്നു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ, അതിപ്പോൾ ആണെങ്കിൽ ഇതിലേ ചെയ്യാതെ വായ്ക്കകത്തൂടെ ചെയ്യുന്ന സർജറിയാണ് ഇപ്പോൾ ചെയ്യുന്നത് കൂടുതലും. അതാണ് ഇത് ലാപ്രോസ്കോപ്പിക്കലി നമ്മളിപ്പോൾ ഉണ്ടല്ലോ തൈറോയ്ഡ് പാടില്ലാതെ തൈറോയ്ഡ് സർജറി ചെയ്യാമെന്ന്. അത് ശരിക്കും നമുക്ക് വായ്ക്ക് ഉള്ളിൽ കൂടെ ഒരു ഇതിട്ടിട്ട് സ്കോപ്പ് ഇറക്കി ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് യൂഷ്വലി ക്യാൻസർ സർജറിക്ക് ചെയ്യാറില്ല, മറ്റേ ഈ മൾട്ടിനോഡുലർ ഗോയിറ്ററിനൊക്കെ. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന സർജറികളാണ്. കാരണം നമ്മുടെ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ആവശ്യമുള്ള ഗ്രന്ഥിയാണ്. അതിന് കഴിയുന്നത് എടുത്ത് കളയാതിരിക്കുക. ക്യാൻസറിന്റെ തുടക്കമാണെങ്കിൽ പോലും നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് മാർഗങ്ങളുണ്ടല്ലോ. ക്യാൻസർ കൂടുന്നുണ്ടോ എന്ന് അറിയാനുള്ള മാർഗമുണ്ടല്ലോ. ഇപ്പം പ്രത്യേകിച്ച് തൈറോയിഡിന്റെ കാര്യത്തിൽ പാപ്പുലറി കാർസിനോമ സ്ലോ ഗ്രോയിങ് ആണ്. അതിന് ഇന്റർനാഷണലി തന്നെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ എക്സ്പെക്റ്റഡ് ലൈൻ ഓഫ് മാനേജ്മെന്റ് പേഷ്യന്റ് വില്ലിങ് ആണ്. അപ്പം നമ്മൾ വലിയ പേടിച്ച് അയ്യോ എനിക്ക് ക്യാൻസർ വന്നു എൻ്റെ ഓർഗൻ, എല്ലാവരും അതാണ് ഓർഗൻ ക്യാൻസർ വന്നു ഉടനെ എടുത്തു കളഞ്ഞ് സേഫ് ആയെന്നാണ്. അത് എടുത്തു കളഞ്ഞാലും നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ വേറെ ഓർഗന് വരും. കാരണം ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന അല്ലെ ടോക്സിൻ വന്നിരിക്കുന്ന ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൽ മാത്രമാവില്ല, ഹോൾ ബോഡിയിലുണ്ടാകും. ഇപ്പം ഈ കുട്ടിയുടെ കാര്യത്തിലെ പോലെ ടോക്സിനായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അത് തൈറോയിഡിൽ മാത്രമല്ലല്ലോ, എവിടെയും ഉണ്ട്. അപ്പം തൈറോയ്ഡ് എടുത്തു കളഞ്ഞാലും വേറൊരു ഗ്രന്ഥിക്കും വേറെ ഏത് അവയവത്തിന് വേണേലും ക്യാൻസർ വരാവുന്നേ ഉള്ളൂ. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ക്യാൻസർ വന്നിട്ടുള്ളവർക്ക് പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ വേറെ അവയവത്തിന് അല്ലെ അവിടെ തന്നെ റിക്കറൻസ് വരാം, അങ്ങനെ വരാം. അപ്പം ഇതെല്ലാം ക്യാൻസറിന് കാരണം ശരിക്കും മ്യൂട്ടേഷൻസ് ആണ്. അപ്പം ഈ മ്യൂട്ടേഷൻസിന് കാരണം ഒന്നെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആയിരിക്കും, അല്ലെങ്കിൽ ടോക്സിൻസ് ആകാം. അത് പല ടോക്സിൻസ് ഉണ്ടാകും, നമുക്ക് എല്ലാം ഒന്നും കണ്ടുപിടിക്കാനും പറ്റണമെന്നില്ല. അപ്പം ബേസിക്കലി ഇദ്ദേഹത്തിൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ ത്രോട്ട് പിന്നെ അതില്ല, മറ്റു രോഗങ്ങളിലേക്ക് പോകാം. തൈറോയ്ഡ് എന്നും റീപ്ലേസ്മെന്റ് എടുക്കണം, കാൽസിറ്റോണിനും പാരാതൈറോയ്ഡ് ഹോർമോണും റീപ്ലേസ്മെന്റ് ഇല്ല. അപ്പം അതാണ് സിറ്റുവേഷൻ. അപ്പം അതേസമയത്ത് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്തോടെ ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന തൈറോക്സിൻ നിർത്തി, പിന്നെ കൊളസ്ട്രോളിന്റെ ലൈഫ് ലോങ് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കേണ്ടി വന്നതിന് കൊളസ്ട്രോളിന് മരുന്ന് ആവശ്യമില്ലാതെ തന്നെ കൊളസ്ട്രോൾ നോർമലാണ്. അപ്പം ആ കുട്ടിയുടെ ടീനേജ് ഡെവലപ്മെന്റും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ഒരു ഓപ്പറേഷൻ ഒഴിവായെന്ന് മാത്രമല്ല, ഈ ലൈഫ് ലോങ് മെഡിക്കേഷനിൽ നിന്ന് മാറാൻ പറ്റി ഫ്യൂച്ചറിൽ വരാവുന്ന പലവിധ ക്യാൻസറുകളും ഓട്ടോഇമ്മ്യൂൺ ഡിസീസും. കാരണം ഇത് പിന്നെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസും ഉണ്ടല്ലോ. അപ്പം ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ വേറെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് വരാം. അതുപോലെ തന്നെ തൈറോയ്ഡ് ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉള്ളവർക്ക് മറ്റ് തൈറോയ്ഡ് ക്യാൻസർ വരാൻ പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ക്യാൻസറുകൾ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ പോസിബിലിറ്റീസിൽ നിന്നെല്ലാം മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ 3 months കൊണ്ട് നമ്മളെല്ലാം കറക്റ്റ് ആയിരുന്നിരുന്ന് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. ലൈഫ് സ്റ്റൈലിൽ നമ്മളെപ്പോഴും തെറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാനും ഉള്ള ഒരു എഫേർട്ടും കൂടി എടുത്തുകൊണ്ടിരിക്കണം. ഒരു അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 6 months ഓർ to 1 year കൂടുമ്പം തൈറോയ്ഡ് ടെസ്റ്റൊക്കെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഓട്ടോഇമ്യൂൺ ആന്റിബോഡീസ് ഒക്കെ അവർ 3 months ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ് കൂടുതൽ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. 3 months അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ സ്കാനിങ് നോക്കുക. അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, തെറ്റുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ, ലൈഫ് സ്റ്റൈൽ കറക്റ്റായിട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ. അടുത്തതായി ഈ ചികിത്സാ രീതിയിലെ ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ് എന്ന് നോക്കാം. ക്ലിനിക്കൽ സൂപ്പർവിഷനോടെയും സപ്പോർട്ടോടെയുമുള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും ശരീരത്തെ പുതുക്കിപ്പണിത് ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഇതിൽ ഊന്നൽ നൽകുന്നത്. 1. ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങളെല്ലാം ഉത്തമമായ അളവിലും അനുപാതത്തിലും ശരീരത്തിന് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നു. 2. വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞ വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോഇമ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഏകദേശം 90% ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയയിൽ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ.
ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയയോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷനുകളുടെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോമസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ. ഒരു പ്രധാന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യോൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്ന് മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല വരാൻ പോകുന്ന തലമുറകളെ രാസമലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷൻ തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. താങ്ക് യു.